തമിഴക രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ചുള്ള തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. ഏപ്രിൽ 23-ന് തമിഴ്നാട് ജനത പോളിംഗ് ബൂത്തിലെത്തും. പതിവിന് വിപരീതമായി ശക്തമായ ത്രികോണ പോരാട്ടത്തിനുള്ള സാധ്യതകളാണ് പല മണ്ഡലങ്ങളിലുമുള്ളത്. ഭരണ തുടർച്ചയ്ക്കായി DMK-യും രാഷ്ട്രീയ മാറ്റം ആഹ്വാനം ചെയ്ത് വിജയിയുടെ TVK-യും അണ്ണാ DMK BJP സഖ്യവും അവസാന ലാപ്പിലെ പോരാട്ട ചൂടിലാണ്. ദേശീയ നേതാക്കളടക്കം ക്യാമ്പ് ചെയ്തുള്ള പ്രചാരണങ്ങൾ തമിഴക തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ആകെ ആവേശ കൊടുമുടിയിലാക്കുന്നുണ്ട്. ദ്രാവിഡ മണ്ണിലെ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ആര് വാഴും? കാണാം RDX റാപ്പ്. പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ കടുത്ത ത്രികോണ പോരാട്ടമാണ് തമിഴ്നാട്ടിലെ പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന MK സ്റ്റാലിനും അണ്ണാ DMK BJP സഖ്യത്തിനും പുറമെ ദളപതി വിജയ് കൂടി അംഗത്തിനിറങ്ങുന്നതോടെ തമിഴ്നാട് രാഷ്ട്രീയം കൂടുതൽ ശക്തമായ പോരാട്ടത്തിനാണ് സാക്ഷിയാവുക. അവസാനവട്ട പ്രചാരണ പരിപാടികൾക്ക് ആവേശം പകരാൻ കൂടുതൽ ദേശീയ നേതാക്കളും തമിഴ്നാട്ടിലെത്തിയിട്ടുണ്ട്. DMK സഖ്യത്തിനായി രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെയും ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും തമിഴ്നാട്ടിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും റോഡ് ഷോ കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്നിരുന്നു. സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ തന്നെയാണ് DMK-യുടെ പ്രധാന പ്രചാരണ ആയുധം. സംഘപരിവാർ വിരുദ്ധതയും മണ്ഡല പുനർനിർണയത്തിനെതിരായ പ്രതിഷേധങ്ങളും വോട്ടായി മാറുമെന്നും DMK പ്രതീക്ഷിക്കുന്നുണ്ട്. യുവാക്കളുടെ അടക്കം വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് TVK-ക്കുള്ളത്. നടൻ വിജയ് തന്നെയാണ് TVK-യുടെ സ്റ്റാർ ക്യാമ്പയിനർ. അണ്ണാ DMK-യുടെ 2 ലീഡർ ടണലിൽ ഇക്കുറി 2 അക്കം കടക്കാനാകുമെന്നും സഖ്യത്തിന് അധികാരം നേടാനാകും എന്നുമാണ് BJP-യുടെ പ്രതീക്ഷ. RDX റാപ്പ് ന്യൂസ് മലയാളം. പക്ഷേ ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗമൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതിലേക്ക് പോയാലും നമുക്ക് സമയം തികയില്ല. അതുകൊണ്ട് ഇപ്പോൾ വലിയ ഒരു പോരാട്ടം അല്ലേ, അതായത് സമീപകാലത്തൊന്നും കാണാത്ത വിധമുള്ള ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇരുമുഖ പോരാട്ടം തന്നെയാണ്. DMK-യും AIADMK-യും തമ്മിൽ പോരാടുന്നു. പക്ഷേ അതിനകത്ത് BJP-യും കോൺഗ്രസും അടക്കമുള്ള കക്ഷികൾ വന്നിട്ട് ആകപ്പാടെ ഒപ്പം വിജയിയുടെ സാന്നിധ്യം എന്താ സംഭവിക്കുക അറിയില്ല അല്ലേ? അതെ അതെ തീർച്ചയായും അതെ. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു എല്ലാ കാലത്തും ഒരു എന്താണ് 2 മുന്നണികൾ തമ്മിലുള്ള മത്സരം എന്ന നിലയ്ക്കാണ് അവിടെ കാര്യങ്ങൾ പോയിരുന്നത്. ഇടയ്ക്ക് BJP മത്സരിച്ചിട്ടുണ്ട്, വിജയകാന്തിൻ്റെ പാർട്ടി വന്നിട്ടുണ്ട്. ഇതൊക്കെ വരുമ്പോഴും ഇല്ലാത്ത ഒരു ബഹുമുഖ തെരഞ്ഞെടുപ്പ് പോരാട്ടം അവിടെ നടക്കുന്നു എന്നുള്ള തോന്നൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. കാരണം DMK ഉണ്ട്, AIADMK-യുടെ നേതൃത്വത്തിലുള്ള മുന്നണിയിൽ NDA ഉണ്ട്, BJP ഉണ്ട് എന്നുള്ള പ്രത്യേകതയുണ്ട്. അപ്പുറത്ത് വിജയുടെ പുതിയ പാർട്ടി TVK വന്നിരിക്കുന്നു. അത് ചെറുപ്പക്കാരെ വല്ലാതെ ആവേശത്തിലാഴ്ത്തിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അപ്പുറത്ത് നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം 10% മേൽ വോട്ട് ശതമാനം നേടിയ സീമാൻ്റെ പാർട്ടിയുണ്ട്, നാം തമിഴർ കക്ഷി. അപ്പോൾ ഇങ്ങനെ 4 പാർട്ടികൾ അല്ലെങ്കിൽ 4 മുന്നണികൾ ഒരേ സ്വഭാവത്തിൽ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തോന്നലിലേക്ക് എത്തിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ 2 നേതാക്കൾ തമ്മിലുള്ള മത്സരം എന്ന നിലയിലേക്ക് കുറേയൊക്കെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതായത് ആര് ഭരിക്കും എന്നുള്ളത് ചോദിച്ചാൽ ആ കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഒന്നുകിൽ DMK അല്ലെങ്കിൽ AIADMK മുന്നണി എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. TVK-ക്ക് ഒരു 10-15 സീറ്റ് വരെ 12 മുതൽ 15 സീറ്റ് വരെ ചിലപ്പോൾ ലഭിച്ചേക്കാമെന്ന് പറയുമ്പോഴും വോട്ട് ശതമാനം 17% മുകളിലേക്ക് ആരും പ്രവചിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളമാണ് വിജയ്ക്ക് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഓളം എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണണം. വിജയ് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഇനി എത്ര കാലം രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനനുസരിച്ച് വിജയ് ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള വളർച്ച രേഖപ്പെടുത്തും. കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുവരവിന് ഏറ്റവും ഗംഭീരമായി തന്നെ ആ നിലയ്ക്ക് അംഗീകരിക്കാവുന്ന ഒരു വരവാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ലാപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ കണ്ടത് ഈ ലീഡേഴ്സ് എന്നുള്ളത്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അവരുടെ ഒരു വലിപ്പവും അവരുടെ ഒരു പ്രചാരണ തന്ത്രവും രീതിയും അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള വിഷയങ്ങളും എല്ലാം അവസാന ഘട്ടത്തിൽ ഈ TVK-യെ എല്ലാം മറികടന്ന് പോകുന്നത് നമ്മൾ കണ്ടു. കാരണം സ്റ്റാലിൻ എന്നുള്ള നേതാവ് അവിടെ നിന്ന് DMK-യെ നയിക്കുകയാണ്. ഇപ്പുറത്ത് നമ്മൾ സംശയമൊന്നുമില്ലാതെ AIADMK-യെ ഇപ്പുറത്ത് നിന്ന് നയിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടം, AIADMK-യും DMK-യും തമ്മിലുള്ള പോരാട്ടം ഇപ്പോഴും ദ്രാവിഡ രാഷ്ട്രീയം ആവർത്തിച്ച് ചർച്ച ചെയ്യപ്പെടും. അതായത് ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുള്ള മാറ്റത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല, അതിലേക്ക് എത്തിക്കാൻ കഴിയില്ല. മാത്രമല്ല BJP-യും അതിന് ഏതാണ്ട് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ DMK-യുടെ പ്രചാരണത്തിൽ നമ്മൾ കണ്ട ഒരു പ്രധാനപ്പെട്ട കാഴ്ച AIADMK-യെ ഒരു പരിധി വരെ തളർത്താൻ സാധ്യതയുള്ള സംഗതി. ഇപ്പോൾ DMK-യുടെ പ്രചാരണ വീഡിയോകൾക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കോടിക്കണക്കിന് വ്യൂവേഴ്സിനെ കിട്ടുന്നുണ്ട്. അപ്പുറത്ത് TVK-ക്കും അത് കിട്ടുന്നുണ്ട്. അത് AIADMK-ക്ക് ആ നിലയ്ക്ക് കിട്ടുന്നില്ല. അതായത് ഈ സാധാരണക്കാരുടെ ചെറുപ്പക്കാരുടെ ഇടയിലേക്കൊക്കെ എത്രത്തോളം അവർക്ക് ഇവരുടെ ആശയത്തെ പെൻട്രേറ്റ് ചെയ്ത് എത്തിക്കാൻ കഴിയുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഇവർ പറയുന്നത് AIADMK നേതാക്കൾ
എപ്പോഴും അവർ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പോരാടുന്നവരാണ്, തമിഴൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നവരാണ്, നമ്മളുടെ സ്വത്വം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി നിലനിൽക്കുന്നവരാണ് എന്നുള്ളത് ആവർത്തിച്ച് ഉറപ്പിക്കാൻ DMK ശ്രമിക്കുന്നു. അത് മുമ്പും തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അപ്പുറത്ത് TVK എന്താണ്, ആ രാഷ്ട്രീയം പ്രത്യയശാസ്ത്രപരമായ ആ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ TVKക്ക് പറ്റുന്നില്ല. പക്ഷേ ചെറുപ്പക്കാരുടെ വലിയ പിന്തുണ, നിരന്തരം അപകടങ്ങൾ. ഇപ്പോൾ അല്പം മുമ്പ് വരുന്ന വാർത്തയും വിജയുടെ പരിപാടിയിൽ കാത്തുനിന്ന സ്ത്രീകളൊക്കെ കുഴഞ്ഞു വീഴുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പരിപാടിയിൽ ഇത്തരം ദുരന്തങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ആ രാഷ്ട്രീയ കക്ഷിക്കെതിരെ ഒരു വികാരം ഉണ്ടാകും. അത് തമിഴ്നാട്ടിൽ കാണുന്നില്ല. വിജയ്ക്ക് എതിരെയല്ല വികാരങ്ങൾ ഉണ്ടാകുന്നത്, വിജയ്ക്ക് അനുകൂലമായി തന്നെയാണ് വലിയ ആളുകളുടെ ഒഴുക്കുണ്ടാകുന്നത്. പിന്നെ നമുക്കറിയാം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പണം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൻ്റെ ഒഴുക്ക് ഇത്തവണ എങ്ങനെയായിരിക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണണം. എനിക്ക് തോന്നുന്നത് ഈ DMK വിരുദ്ധ വോട്ടുകൾ വിഭജിച്ചു പോകും. TVK കൂടി വന്നിരിക്കുന്നത് എന്തിൽ പങ്കാളിത്തം നേടാനാണ്? DMK വിരുദ്ധ വോട്ടുകൾ. കാരണം അവരുടെ നേരെ ഒന്നാമത്തെ ശത്രുവായിട്ട് വിജയ് അവതരിപ്പിക്കുന്നത് DMK-യെയാണ്. NDA കൊണ്ടുപോകുന്നതും DMK വിരുദ്ധ വോട്ടുകളാണ്. ഈ നാം തമിഴർ കക്ഷി കൊണ്ടുപോകുന്നതും DMK വിരുദ്ധ വോട്ടുകളാണ്. TVK കൊണ്ടുപോകാനിരിക്കുന്നതും DMK വിരുദ്ധ വോട്ടുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈസിയായി DMK അധികാരത്തിൽ വരുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അത് തന്നെയാണ് അതിനകത്ത് ഒരു കാര്യമുള്ളത് ഹർഷ. അതായത് സ്വാഭാവികമായിട്ടും TVK വിജയുടെ പാർട്ടി എന്ത് ചെയ്യും എന്നത് തന്നെയാണ് ഏറ്റവും വലിയ കൗതുകമായിട്ട് ഇപ്പോൾ ദൂരെ നോക്കുന്ന എൻ്റെ മനസ്സിലുള്ളത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഹർഷ, അതായത് 25 കൊല്ലം DMK-യും 30 കൊല്ലം AIADMK-യും ഭരിച്ച നാടാണ് ഈ പറയുന്ന തമിഴ്നാട്. അപ്പോൾ AIADMK പക്ഷേ ജയലളിത മരിച്ചപ്പോൾ പിന്നീടുണ്ടായ 3 തെരഞ്ഞെടുപ്പിൽ അവർ പരാജയപ്പെട്ടു. ഞാൻ കരുതിയത്, നമ്മളെപ്പോലെ ദൂരെ നോക്കുന്ന രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ കരുതിയത് AIADMK അങ്ങ് ഇല്ലാതായി പോകും എന്നാണ്. പ്രത്യേകിച്ച് TVK ഇങ്ങോട്ട് വരികയാണെന്ന് കൂടെ കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു വലിയ പാർട്ടിയുടെ തോന്നലുണ്ടാക്കിക്കൊണ്ട് വരികയാണെങ്കിൽ DMK വിരുദ്ധ AIADMK വോട്ട് മൊത്തമായിട്ട് TVK അങ്ങ് സമാഹരിക്കുകയാണ് തോന്നൽ ഉണ്ടാവുക എന്ന തോന്നൽ ആദ്യഘട്ടത്തിൽ വളരെ മൈന്യൂട്ടായിട്ട് വരുമ്പോഴേക്ക് തന്നെ. പക്ഷേ ഇപ്പം നമ്മൾ കാണുന്ന അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ TVK അവിടെയുണ്ട്, DMK അതിശക്തമായിട്ട് മുന്നോട്ടുണ്ട്. പക്ഷേ AIADMK EPS എടപ്പാടിയുടെ നേതൃത്വത്തിൽ ഭയങ്കര ശക്തമായിട്ട് പ്രചാരണമായിട്ടായിരുന്നു. ഒരുപാട് ആളുകളാണ്. അതായത് അദ്ദേഹം പതുക്കെ ഈ വലിയ ഓറയുള്ളൊരു നേതാവ് എന്ന നിലയിലേക്ക് അങ്ങ് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? അങ്ങനെയല്ലേ? ഇപ്പോൾ അദ്ദേഹം ജയിക്കുമോ അല്ലെങ്കിൽ തിരിച്ച് ഭരണം മാറുമോ എന്നൊന്നും ആരും പറയുന്നില്ല, രാഷ്ട്രീയ രക്ഷയൊന്നും പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ എൻ്റെ കൗതുകം അങ്ങനെ കേരളത്തിൽ LDF-ഉം UDF എന്ന പോലെ കുറേ ദീർഘകാലം ഇങ്ങനെ ഈ രണ്ട് മുന്നണികളായിട്ട് അപ്പുറത്തും നിന്നും മത്സരിച്ച ഈ ദ്രാവിഡ കക്ഷികളിൽ ഇല്ലാതായി പോകുമെന്ന് കണക്കാക്കിയിരുന്ന, ചിലരെങ്കിലും കണക്കാക്കിയിരുന്ന AIADMK പക്ഷേ അങ്ങനെയല്ല, അത് മുന്നോട്ട് തന്നെ വരികയാണ് ചെയ്യുക. അത് എത്രത്തോളം വലിയ ശക്തിയായിട്ടാണ് വരിക ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എന്നതും TVK എന്ത് ചെയ്യും എന്നതുപോലെ തന്നെയുള്ളൊരു കൗതുകമായിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. കാത്തിരുന്ന് എന്തായാലും കാണാം. 1967 ശേഷം DMK മുന്നണികൾക്ക് മാത്രം പ്രാമുഖ്യമുള്ളതാണ് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം. കോൺഗ്രസ്, BJP, CPM, CPI തുടങ്ങി നടൻ കമൽഹാസന്റെ മക്കൾ നീതി മയ്യം വരെയുള്ള കക്ഷികൾക്ക് ഇതിലേതെങ്കിലും ഒരു മുന്നണിയോട് ചേർന്ന് മാത്രമേ ചെറുതെങ്കിലുമുള്ള നേട്ടം ഉണ്ടാക്കാനായിട്ടുള്ളൂ. ഈ രാഷ്ട്രീയ ഭൂമികയിലേക്കാണ് 2024 ഫെബ്രുവരി 2 നടൻ വിജയ് തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി വന്നത്. പാർട്ടി രൂപീകരിച്ച് ആദ്യമായി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും വലിയ നേട്ടം കൈവരിക്കാനാകും എന്ന് തന്നെയാണ് TVK കണക്കുകൂട്ടുന്നത്. തമിഴ് വികാരം ഉയർത്തിപ്പിടിക്കാനായതും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് വെക്കുന്നതും സ്റ്റാലിനും DMK-ക്കും പ്രതീക്ഷ നൽകുന്നുണ്ട്. ജയലളിതയുടെ മരണശേഷം പാർട്ടിയിലെ ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റും തളർത്തിയെങ്കിലും ഇത്തവണ അധികാരത്തിലേക്ക് തിരിച്ചെത്താനാകും എന്നാണ് അണ്ണാ DMK BJP സഖ്യവും പ്രതീക്ഷിക്കുന്നത്. 3 മുന്നണികളും അരയും തലയും മുറുക്കി പ്രചാരണ രംഗത്ത് ശക്തമാകുമ്പോഴും തമിഴ് മണ്ണിൽ ആര് വാഴുമെന്നറിയാൻ നിശ്ചയമായിട്ടും മെയ് 4 വരെ കാത്തിരിക്കണം. ഇതോടൊപ്പം ചലച്ചിത്ര രംഗത്ത് നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ നായക താരനിരകളിൽ MGR-നെ പോലെ തൻ്റെ കരിസ്മ വോട്ടാക്കി മാറ്റാൻ വിജയിക്കാകുമോ എന്ന പ്രധാന ചോദ്യത്തിനും ഉത്തരം മെയ് 4 അറിയാം. RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.